അപ്പോൾ നമ്മൾ നോവൽ ചാൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അടിപൊളി പനയൊക്കെ ഇത് കണ്ടോ, ഫ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ തെങ്ങേന്ന് കുറച്ച് അടിപൊളി. നമ്മളിപ്പം വല്ലോ എന്തെങ്കിലും വിഷം വല്ലതും ഒക്കെ ഉണ്ടെങ്കിലേ വിചാരിച്ചോണ്ടേ കുറച്ച് വേണ്ട കയറുക മേലോട്ട് കരിക്കുകയൊക്കെയാണല്ലോ. ആ അടിപൊളി കപ്പയും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വെൽക്കം ടു അനദർ സെക്ഷൻ വിത്ത് JJP. സോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഫ്ലോറിഡയിൽ തന്നെയാണ്. ഫ്ലോറിഡയിൽ നമ്മളൊരു സ്പെഷ്യൽ പേഴ്സണെ കാണാൻ വന്നിരിക്കുക. നോവൽ ചാൻ ഒരു നല്ലൊരു മനുഷ്യനാണ് ഫ്ലോറിഡയിലുള്ള. അപ്പം എവിടുന്ന് ആൾക്കാർ വന്നാലും നമ്മളെ പോലുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്യുകയും ഇവിടെയൊക്കെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് എപ്പോൾ പോകണമെങ്കിലും കയറി ചെല്ലുകയും നല്ല വെൽക്കമായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് ഈ നോവൽ ചാനും ഫാമിലിയും. അച്ഛൻ്റെ കൂടെയാണ് നമ്മൾ പന്നിയെ വെടി വെക്കാൻ പോയത്. സോ നിങ്ങളത് കണ്ടു. അപ്പോൾ അപ്പോൾ ഇന്ന് പോകുന്നത് നോവൽ ചാൻ്റെ വീടും നിങ്ങളും എല്ലാവർക്കും ഒന്ന് കാണാൻ പോകണം, അതിൻ്റെ പരിസരങ്ങളും. സോ അതിനോടൊപ്പം തന്നെ നമ്മൾ ബിനീഷ് ചാൻ്റെ ഒരു അടിപൊളി പന്നി നമ്മൾ കൊണ്ടുവന്നില്ലേ, അതിൻ്റെ ഒരു പോർക്കിൻ്റെ ഒരു കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പോയി കാണാം. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഇതിൽ പാം ട്രീ ഇല്ലേ, ഇവിടെ പാം ട്രീ ഇതാണ്ട്, ഇത് കണ്ടോ, അടിപൊളിയല്ലേ. അവിടെ പോയി പിടിച്ചിക്കണം, അതുകൊണ്ട് പോടാ പിടിടാ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സോ ഇത് കണ്ടോ, ഗേറ്റ് അടച്ചു. ഓക്കെ, നമ്മൾ ലേക്ക് ഹൗസ് ആണ്. ലേക്കിന്റെ ചുറ്റിനുമാണ് ഈ വീടുകളെല്ലാം നിൽക്കുന്നത്. അത് തന്നെ നാട്ടിലെ കണക്കുള്ള വീടുകളാണ്. മോഡേൺ കേരള അത് തന്നെ മോഡേൺ കേരള. നമ്മുടെ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ സിംഗിൾ സ്റ്റോറിയാണ്. അതോടൊപ്പം തന്നെ ഈ മേളിൽ വെച്ചേക്കുന്നത് ഓട്, തന്നെ നാടൻ ഓടും ഒക്കെയാണ്. കണ്ടത് കണ്ടില്ലേ, മിക്കവാറുള്ള വീടുകളെല്ലാം അടിപൊളി മരങ്ങളും കണ്ട് ഇങ്ങനെയുള്ള പനങ്ങളും ഉണ്ട്. കണ്ടത് കണ്ടില്ലേ. അതോടൊപ്പം തന്നെ എൻ്റെ ഗൈഡായിട്ട് വേണ്ടേ നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പം നമ്മുടെ കൂടെ കണ്ട വാക്ക് ചെയ്യുന്ന 2 പേരാണ്. ഇത് കണ്ടില്ലേ, പേര് പറഞ്ഞേ, ചാൾസ്, സുബി. ഓക്കെ, സുബിയും ചാൾസും ആണ് നമ്മുടെ കൂടെ ഉള്ളത്. കണ്ട അടിപൊളിയല്ലേ, ഇവിടെയൊക്കെ കാണാൻ തന്നെ ഒരു സുഖം അല്ലേ. അടിപൊളി കണ്ടില്ലേ, വീടുകളൊക്കെ കണ്ടില്ലേ, ഓടിട്ട വീടുകളും. നാട്ടിലെ പ്രകൃതി. നാട്ടിലെ ഒരു 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട് ഇങ്ങനെയാകും അല്ലേ. നമ്മളാകണം മറ്റേ രാഷ്ട്രീയത്തിൽ ആദ്യം. ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ നാട് രക്ഷപ്പെടുമായിരിക്കും അല്ലേ. അടിപൊളി പനയൊക്കെ ഇത് കണ്ടോ, നിൽക്കുന്നുണ്ടോ. സൂപ്പറല്ലേ ഇവിടെ കാണാതൊക്കെ. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഓടി ഫ്ലോറിഡയെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. അതാണ്ട് നമ്മളൊരു കൊച്ചി കേരളമാണെന്നൊക്കെ അറിയാം. എന്നാലും നമ്മുടെ വ്ളോഗിൽ കൂടെ നമ്മുടെ രീതിയിൽ ഒന്നുകൂടെ കാണിക്കുകയാണ്. സോ ഇവിടെ ഉള്ളവർക്ക്, നാട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പം ഇഷ്ടപ്പെടാം. കാരണം അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെയും നമ്മുടെ നാട്ടിലെ കണക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മാങ്ങയും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ള, എല്ലാ പുളിയും ഇല്ലാത്ത കാര്യങ്ങളും, അതോടൊപ്പം തന്നെ നാട്ടിലെ സ്റ്റൈൽ വീടുകളും ഒക്കെ ഉണ്ട് ഇവിടെയും. സോ hello Nolcha. Hi, Jason. Good. Welcome to my house. Thank you. Oh man, thank you for the warm welcome. Come in. ഇതാണ് നമ്മുടെ നോവൽ ചാൻ, ഫ്ലോറിഡയിലുള്ള നോവൽ ചാൻ. ഹലോ. ഇതാണ് നമ്മൾ പല സംസ്ഥാനത്ത് വരുമ്പോൾ നോവൽ ചാൻ നമ്മളെ ഫ്ലോറിഡയിൽ എപ്പോഴും നമ്മളെ വാമായിട്ട് വെൽക്കം ചെയ്യും. ഹോസ്പിറ്റാലിറ്റിയാണ് എപ്പോഴും, ഫാമിലി എല്ലാവരും. സോ താങ്ക് യു. ചാൻ്റെ മോളാണ്. മോളെ പേര് ഐറീൻ. ഹായ് ഐറീൻ. നോവൽ ചാൻ്റെ വേറൊരു മോളാണ്. എന്ത് പേര്? ആഷ്ലിൻ. ഹായ് ആഷ്ലിൻ. ഓക്കെ, മോനും ഉണ്ട് ഇവിടെ. ഹായ് അമ്മച്ചി ഉണ്ട് ഇവിടെ. നമ്മുടെ നോവൽ ചാൻ്റെ വൈഫാണ്, ചേച്ചിയാണ്. ചേച്ചി പേര് ഷീന. ഓക്കെ, ചേച്ചിയുടെ അമ്മച്ചിയാണ്. ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. വേണ്ട കുരുമുളക് വേണ്ട നിൽക്കുന്നുണ്ടോ, ഇലയാണ്. കുരുമുളകൊന്നുമില്ല, പക്ഷേ അതിൻ്റെ വാങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നാട്ടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാം. കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മൾ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ നടാറുണ്ട്. ഇത് പച്ചമുളകാണ്. ഓക്കെ. ഇതിന്റെ അടിയിൽ ഇതാ കൂർക്കയാണ്. കൂർക്ക ഇതല്ല. കാന്താരി. ഓക്കെ, കാന്താരി മുളക്. അതൊരു പയറിന്റെ തൈയാണ്. പയറും. ഇത് വഴുതന നട്ടിരിക്കുന്നു. ഓക്കെ. ഇത് ക്യാബേജ് എല്ലാം വരുന്നേ ഉള്ളൂ. ഓക്കെ. പയറ്. ഇതൊരു പേര. ഓക്കെ. ഓ, ഇത് പേരയുടെ ബീൻസിന്റെ തൈയാണ്. ഏതാ ഇത്? ബീൻസ്. ഓക്കെ. ഇത് പാവലും
അത് നാരങ്ങ. നാരങ്ങ. ഇത് നാരകം. അത് നാരങ്ങ. നാരകം ഉണ്ടോ? നാരകം നിൽക്കുന്നുണ്ട്. ഇത് കറിവേപ്പില. ഇതൊരു ചെന്തങ്ങാണ്. ചെന്തങ്ങ. ഓക്കെ. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവച്ചത്? ഇത് കൂടെ കിട്ടും. ഓക്കെ, അടുത്ത് കാണിപ്പിച്ചേക്കാം. വേണ്ട, അതിനകത്തോടെ കയറാം വേണ്ടി വെച്ചിട്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക് യാർഡിൽ വേണ്ട ലേക്ക് ഉണ്ട്. ഇത് കണ്ടോ, സൂപ്പർ ലേക്ക് ഉണ്ട്. നല്ല രസം ഇവിടെ ഇരിക്കുക. ഇല്ല വെച്ചാൽ പെഡൽ ബോട്ടും ഉണ്ട്. കനോവി. കനോവി. പാളംതോടൻ. ഓക്കെ, വേണ്ട, നമ്മുടെ പാളംതോടൻ നിൽക്കുന്നുണ്ടോ അല്ലേ? കണ്ടോ, വാഴയും. ഇതെന്താ വെച്ചാ ഈ നിൽക്കുന്നത്? ചീര. ഓക്കെ. ഇത് നമ്മൾ കറി വെച്ച് ഓക്കെ ഉണ്ടല്ലേ? അതോടൊപ്പം തന്നെ മുരിങ്ങ. മുരിങ്ങ. വേണ്ട, മുരിങ്ങ കണ്ടോ, എന്തിപ്പോൾ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇത് കണ്ടോ, മുരിങ്ങ എല്ലാം ഉണ്ട്. പിടിച്ചു വരുന്നില്ലേ? വേറെ തെങ്ങ്. ഇതിനകത്ത് കൊല. ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ? കൊല ഇപ്പോൾ ഉണ്ട്, ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട്. ഇല്ലേ? ഇവിടെ നിന്നല്ലേ നിങ്ങൾ ഫ്രഷ് എപ്പോഴും എടുക്കുന്നത്? തേങ്ങ ഇവിടെ നിന്ന് എടുക്കുക. അതെന്താ സുഖമില്ലേ, ഫ്രഷ് ആയിട്ട് എടുക്കുക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ അച്ഛൻ്റെ മാവ് കണ്ടോ, ഇഷ്ടം പോലെ മാങ്ങയും. ഇത് കണ്ടോ, കൊലയോടെ നിൽക്കുന്നുണ്ടോ? മാങ്ങയാണ്. പഴുത്ത നല്ല. ഓക്കെ, അടിപൊളിയല്ലേ കാണാൻ? ആഹാ, ഇത് കണ്ടോ, കണ്ടില്ലേ? ഓക്കെ, പൂവൻ. ഓക്കെ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണോ അതോ വെത്തി? ഓക്കെ. ഇതിപ്പോൾ ഒരു കൊല പൂമ്പ് അവിടെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, വേണ്ട. പഴുത്തു. കണ്ടില്ലേ? കണ്ടോ, നല്ലോണം പഴുത്ത് വരുന്നുണ്ട്. കണ്ടോ, കരിവേപ്പിലുണ്ട്. എല്ലായിടവും എവിടെ നോക്കിയാലും കരിവേപ്പിലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കരിവേപ്പിലയും. ഇത് പിന്നെ ഞാലിപ്പൂവൻ വാഴയാണ്. വളർന്നു വരുന്നേ ഉള്ളൂ. ഞാലിപ്പൂവൻ വാഴ. പിന്നെ ഇത് നമ്മുടെ ചെറിയൊരു പ്ലാവ്. ഇതിനകത്ത് ചക്കയുണ്ട്. ഇത് ഞാൻ കുരുവിട്ടുണ്ടാക്കിയ തൈയാണ്. ആ തൈ കൊണ്ട് വെച്ചാൽ. എത്ര നാൾ എടുത്തത്? ഇത് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കായ്ച്ചു. ഇത്രയായി. ചക്ക നിൽപ്പുണ്ട്. അപ്പോൾ അമേരിക്കയിലും നമുക്ക് ചക്ക ഉണ്ടാവും. നാട്ടു. അതെ, ഇത് കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ? വേണമെങ്കിൽ അമേരിക്ക വേണമെങ്കിൽ ചക്ക അമേരിക്കയിലും നമ്മുടെ സഞ്ജു കൂടെ ഉണ്ട്. ഇത് നെല്ലിക്ക. എന്റെ പോലും നെല്ലിക്ക ഇതിനകത്ത് പറിച്ചിട്ടുണ്ടോ? ഇതിൽ കായ്ച്ചു തുടങ്ങിയിട്ടില്ല. 8 വർഷമാണ് നെല്ലി കായ്ക്കണമെങ്കിൽ. ഇപ്പൊ എത്ര വർഷമായി? ഇത് 6 വർഷമായി. 6 വർഷം. ഓക്കെ, കണ്ടല്ലേ? പൊഡോകാർപ്പസ് എന്ന് പറയുന്ന മരമാണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും വളരെ നല്ല തിക്കായിട്ട് വളരും. ഇതിൻ്റെ ഇലകൾ നല്ല തിക്കായിട്ട് വളരും. കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ട്. മണോ നല്ല ഇല്ല, മണമല്ല, പക്ഷേ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു എപ്പോഴും ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു മരമാണ്. നല്ല രസമുള്ള ഒരു മരമാണ് കാണാൻ. അത് നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഷിർഡാനിലുള്ള റോഡ് സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ തപ്പി പിടിച്ചിട്ട് ആ മരത്തിൻ്റെ തൈ കൊണ്ട് വെച്ചത്. ഇത് ഹോണ്ടയുടെ VTX 1300. ഓക്കെ, 1300. ഇത് ഏത് വർഷത്തെ? ഇത് 2013 മോഡലാണ്. ഓക്കെ, 13 മോഡൽ. ഓടിക്കാം. നമ്മൾ വിളയുന്നതുകൊണ്ട് ആണ്ട് പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പന്നിയെ കൊണ്ടുവന്നത് നമ്മൾ കറി വെക്കാനുള്ള നമ്മുടെ മെയിൻ ഷെഫാണ്. അപ്പോൾ പന്നിയെ കറി വെക്കാനുള്ള പരിപാടിയാണ്. സോ ബിനീഷാനാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ബിനീഷ, എങ്ങനെ പരിപാടി ഇന്നത്തെ? നമ്മൾ പന്നി ഉണ്ടാക്കുന്നു. പന്നി നാട്ടിലെ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു സാധാരണ പെരളം ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെ കപ്പയും. കഴിക്കാച്ചിട്ട് വയ്യ, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ സ്റ്റൈലിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സോ അപ്പോൾ ഇന്ന് തകർക്കണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കാപ്പി കുടിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഓക്കെ,
പാലൊഴിച്ച് അപ്പോൾ ഇച്ചിരി പാലൊഴിച്ച് കഴിയുക. ഏതിറച്ചി പാലൊഴിച്ച് കഴിക്കാൻ നല്ലതാണ്. അല്ല ഓക്കെ. മുറുക്കം കിട്ടും. നമ്മളിപ്പം വല്ലോ എന്തെങ്കിലും വിഷം വല്ലതൊക്കെ ഉണ്ടെങ്കിലേ ഒക്കെ വിചാരിച്ചോണ്ടേ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക. നമുക്ക് ബാക്കിയുള്ള നമുക്ക് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം. വീടിന്റെ പുറത്താണ് നമ്മളവിടെ ബോട്ട് എടുത്തിട്ടുണ്ട്. പോയിട്ട് അല്ല രണ്ടുപേരും മതി. ഓക്കെ പോട്ടെ. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞ്. ഓക്കെ പോട്ടെ. ആ തള്ളുക. ഓക്കെ പോട്ടെ. അടിപൊളി. ആഹാ പോകുന്നുണ്ടല്ലേ. കണ്ട ബാക്കിൽ കണ്ട അവിടെ വീടും അതിൻ്റെ പുറത്ത് തന്നെ വള്ളം. അടിപൊളി. അതെങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? അടിപൊളി. ഓ മാങ്ങ ഇവിടുത്തെ കണ്ട ഫ്രഷ് കണ്ട് ഇവിടെ നിന്നുള്ള മാങ്ങയാണ്. ഇവിടുത്തെ മുറ്റത്ത് നിന്ന മാങ്ങ കണ്ട് കേട്ടോ. മുളകൊക്കെ പറട്ടി ആടിയ ഇത് കണ്ടോ മുളകൊക്കെ പറട്ടി കഴിക്കാൻ പോവാണ്. വാവ് ഓക്കെ അടിപൊളിയല്ല. റൈറ്റ് ഫ്രഷ് മാങ്ങ പരിപാടി. എന്നാണ് എല്ലാവരും കഴിക്കുക കേട്ടോ. ബിനീഷൻ്റെ കൂടെ ആണ്. ബിനീഷ എന്താ നമ്മള് കുക്കിംഗ് തുടങ്ങി. അത് തുടങ്ങി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പോർക്ക് കൂടെ എന്ത് കറിയാണോ റോസ്റ്റ് ആണോ? നമ്മളൊരു സാധാരണ ഒരു പിരളൻ നമ്മൾ വളർത്തോ എന്നാ പറയാ പിരളനോ പിരളൻ കോട്ടയം സ്റ്റൈൽ ഒരു പിരളൻ ആ രീതിയിലുള്ള ഒരു വേണ്ടിയിട്ടുള്ള ഒരു പിരളൻ. ഓക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ കുക്കിംഗ് കാണാം നമുക്കൊക്കെ. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു മസാല ചുമ്മാ ഒന്ന് വറുത്തെടുക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഓക്കെ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തുനിന്ന് ജസ്റ്റ് ഒന്നൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് മസാല. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ ഇച്ചിരി ഗരം മസാല ചേർക്കുന്നു. ഓക്കെ ഇവിടെ ഒത്തിരി ഇരുട്ടായി കേട്ടോ. ഗരം മസാല ഓക്കെ. ഗരം മസാല ഇട്ട് മുളകാണ്. മഞ്ഞൾ വരട്ടി വെച്ചിരുന്ന പിന്നെ പോർക്കാണ്. മസാല അതിലോട്ട് കുറച്ച് ചേർക്കുവാണ്. ഈ മസാല ഇതിനകത്ത് ആഡ് ചെയ്യണം. ആഡിങ് മസാല അപ്പൊ അതിലേക്ക് കരിയാപ്പില അപ്പൊ നമ്മുടെ സ്പൈസസും കരിയാപ്പില ഇട്ട് ഇളക്കുകയാണ്. നമ്മൾ കുറച്ച് സവാള ഇതിനകത്ത് ചേർക്കണം. സവാള ചേർത്തില്ലായിരുന്നു. ഇതിങ്ങനെ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പം ഇത് ബാച്ചിലർ ടൈപ്പ്. അതെ ടൈപ്പ് നമ്മൾ പെട്ടെന്ന് തല്ലി കൂടി ഉണ്ടാക്കി എടുക്കുവാണ്. വളരെ എളുപ്പത്തിൽ നമ്മളൊരു പരിപാടി. കാരണം ഒന്നാമത് ലേറ്റ് ആയി പോയി. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. നമുക്ക് വേണ്ടേ ഈ നമ്മുടെ പോർക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് വേണ്ടേ എല്ലാവരും ചെറിയായിട്ട് വിശന്നിരിക്കുകയാണ്. അതുകൊണ്ട് നോവൽ ചെന്നാണ്ട് പെട്ടെന്ന് നമുക്ക് കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആഹാ ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി അരച്ച് വെച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്തു. മിക്സ് ചെയ്യുന്നു. എടുത്തു. പക്ഷേ സാധാരണ ഉണ്ടല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് ഒണിയൻസ് ഒക്കെ വഴറ്റി നമുക്കിപ്പം പെട്ടെന്ന് നമ്മുടെ സമയം പോയി. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കയറ്റുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ എളുപ്പം ചെയ്യാം. ഓക്കെ. ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് കണ്ടില്ലേ. ഹണ്ടിങ് മാത്രമല്ല ഓക്കെ അടിപൊളി കുക്കിങ്ങും ആണ്. ഇത് കണ്ടില്ലേ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അടിപൊളിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പോർക്ക് കറി അടിപൊളിയാണ്. പകുതി വെയിലോട്ട് അടിപൊളി സൂപ്പർ. അപ്പോൾ നമ്മുടെ പന്നി നമ്മൾ റെഡി ആയിരിക്കുകയാണ്. പന്നി ഫ്രൈ ആക്കി എടുത്തിരിക്കുകയാണ്. ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർത്താക്കി എടുത്തിരിക്കുകയാണ്. കുറച്ച് നമ്മുടെ സംഭവമാണ്. കുഴപ്പമില്ല. നാടൻ പന്നി കാടൻ കാട്ടുപന്നി നമ്മൾ കൊണ്ടുവന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ട് കുക്ക് ചെയ്ത പന്നിയെ വെടിവെച്ചതാണ് നമ്മൾ കഴിക്കാൻ പോലെ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ബിനീഷ നല്ല ചൂടുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ ബിനീഷ ഓ ഊതി തരുവാണടാ. ഓക്കെ അല്ലേ? വെന്തുണ്ട്. മസാല ഓക്കെയാണ്.
ഉപ്പും ഒക്കെയാണ്. അടിപൊളി അടിപൊളി. അത്രേ ഉള്ളൂ. ബിനീഷ അത്രേ ഉള്ളൂ. അടിപൊളിയായതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയാം. കളം പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് ഈ സമയത്ത് ഇപ്പൊ കഴിക്കാൻ പറ്റിയത് അടിപൊളി സാധനമാണ്. ബിനീഷ താങ്ക് യു. അടിപൊളി കപ്പയും റെഡി ആയിട്ടുണ്ട്. കപ്പ, പോർക്ക്, അതോടൊപ്പം തന്നെ അടിപൊളി പൊറോട്ടയുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊന്ന് ചെയ്യാന്നുണ്ടോ, ഈ പൊറോട്ടയായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല മുമ്പേ, കാരണം ഈ പോർക്ക് മാത്രമേ നമ്മൾ ടേസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, പൊറോട്ടയും ഉണ്ടോ അടിപൊളി, സൂപ്പർ. ഈ കപ്പ ഉണ്ടാക്കിയത് നമ്മളെ നോവൽ ചാൻ്റെ പിന്നെ വൈഫിൻ്റെ അമ്മയാണ്. ഇത് കണ്ടില്ലേ, ആഹാ അടിപൊളി ടേസ്റ്റ് കോമ്പിനേഷൻ. കപ്പ, പോർക്ക്, പൊറോട്ട. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അതെ, ഞാൻ ഇച്ചിരി ചാറെടുത്താണ് ഉണ്ടോ, അടിപൊളി സൂപ്പർ. അവസാനം നമ്മുടെ ചാൾസിൻ്റെ പൊറോട്ടയും പിന്നെ പോർക്ക് കറി അടിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പോർക്ക് കറി റെഡിയാണ്. നിങ്ങൾ വീടിൻ്റെ നമ്മുടെ ബാക്ക് യാർഡെല്ലാം കണ്ടു, നോവൽ ചാൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടു, ഇന്നത്തെ വീട് കണ്ടു, ഇവിടുത്തെ പിന്നെ നമ്മുടെ നെയ്ബർഹുഡ് എല്ലാം കണ്ടു. അടിപൊളിയായിരുന്നു. ബാക്ക് യാർഡ് അടിപൊളി, നൈറ്റ് ലൈഫ്, നൈറ്റ് വ്യൂസ് എല്ലാം കണ്ടു നിങ്ങൾ. അതോടൊപ്പം തന്നെ മാങ്ങ, തേങ്ങ, ചക്ക എല്ലാം കണ്ടു. ഓക്കെ, till next time, take care, bye-bye. Good night. Good night. Yeah. Again, thank you, Noel Chat. Till next time. Thank you. All right, take care, guys. Hope you enjoyed this episode. നമ്മൾ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള കുറേ എപ്പിസോഡുകൾ ഇനിയും വരുന്നതായിരിക്കും. Till next time, take care. Signing off. Bye-bye. Thank you. Thank you. Bye-bye.